ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ്, അതിന്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ, ഇവ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു. ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ്. പള്ളി സ്ത്രീകൾ സാധാരണഗതിയിൽ അതിന്റെ മുകളിൽ ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ്. അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു. പോലീസുകാർക്ക് കഴിഞ്ഞ 10 ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളി കമ്മിറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ്. 10 ദിവസമായി അതങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഫയർഫോഴ്സിന് താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട്. ഇന്ന് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമുക്കൊപ്പം ഉണ്ട്. നോമ്പായതുകൊണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ആ ഒരു വിഷമമാണ് ഉള്ളത്. റമദാൻ മാസമായിട്ട് അങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അപ്പം അതൊരു വിഷമമായിട്ടാണ് നിൽക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇന്നലെ നോമ്പ് തുറയെ സംബന്ധിച്ച് കഞ്ഞി ഇവിടെ വിതരണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെയാണ് കഞ്ഞികളെല്ലാം സ്ത്രീകളെല്ലാം വാങ്ങി കുടിക്കുകയുണ്ടായി. അതൊരു സന്തോഷം തരുന്നതാണ്. താമസിക്കാൻ കുറെ പേരുണ്ടായിരുന്നു ഡ്രൈവർമാർ. പാർക്കിംഗ് ഏരിയ ഫുള്ള് പാർക്കിംഗ് ആണ്. അപ്പോൾ ആ സൈഡ് മൊത്തം പാർക്കിംഗ്. കേരളക്കരയിൽ മുമ്പ് ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അല്ലെങ്കിലും പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും തന്നെയല്ലേ എന്നും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതും മാനവരാശിക്ക് തണലേകേണ്ടതും. ആരിഫ് ഹുസൈന്മാരും രവിചന്ദ്രന്മാരും PC ജോർജിനെ പോലുള്ള വിഷജന്തുക്കളും കാരണം ഇതൊക്കെ വാർത്തയാക്കേണ്ടി വന്നു.